വയനാട് മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ ഇപ്പോൾ വനപാലകരുടെ നേതൃത്വത്തിലുള്ള സംഘം ഒപ്പം ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിനുശേഷം ആദ്യ ഡോസ് മയക്കുവെടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൂടുതൽ ഡോസ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇനി ഈ പുലിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അതിന് ചികിത്സ നൽകണോ തുടങ്ങിയ കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ് അലി, എന്തായാലും വളരെ വിജയകരമായി തന്നെ ആദ്യ ഡോസ് നൽകാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെ? തീർച്ചയായും ഒരു 15 മിനിറ്റ് നേരമാണ് ഇതിന് മയക്കുവെടി വെച്ചാൽ അതിന് സാധാരണഗതിയിൽ മയങ്ങാനുള്ള സമയമെടുക്കുക. ആ ഒരു സമയം വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. എന്തായാലും ആശങ്കിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആക്രമണങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടികൾ പുലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. നിലവിൽ ഒരു ഡോസ് നൽകി കഴിഞ്ഞു. അത് തന്നെയാണ് പുലിക്ക് നൽകുക. അതിനുശേഷം ഇനിയിപ്പോൾ അതിനെ മയങ്ങിയതിനു ശേഷം മറ്റൊരിടത്തേക്ക് മാറ്റുക എന്നത് മാത്രമേ ഉള്ളൂ. അഥവാ അതിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ പിന്നീട് എന്തെങ്കിലും മയക്കുവെടിയല്ല, പിന്നീട് സ്വയരക്ഷയ്ക്ക് വേണ്ടി അതിനെ എന്തെങ്കിലും തരത്തിൽ വെടിവെക്കേണ്ടി വരികയാണെങ്കിൽ സ്വാഭാവികമായും നോർമലി അത് ഒരു മയക്കുവെടി വെക്കുക, പിന്നീട് അത് മയങ്ങുക എന്നത് മാത്രമാണ്. പിന്നീട് അതിനെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം അതിൻ്റെ ഒരു കൃത്യമായ സമയമുണ്ട്. ആ സമയത്ത് ആൻറ്റിഡോസ് നൽകേണ്ടതുണ്ട്. അതായത് അതിൻ്റെ ജീവൻ അപകടത്തിലാവാതിരിക്കുന്നതിന് വേണ്ടി അതിന് തിരിച്ച് മയക്കത്തിൽ നിന്ന് ഉണരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പിന്നീട് സ്വീകരിക്കണം. അതൊന്നും ഇപ്പോഴല്ല. ഏതായാലും ഇപ്പോൾ അതിനെ ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്ന് തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഏതായാലും മയക്കുവെടി വെച്ചതിന് ശേഷം അവിടെ വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ തന്നെ സ്ഥലത്ത് കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ മരുന്ന് എത്തിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതെന്താണ് അവർ ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമാവുന്നില്ല. എന്തായാലും ആ പ്രദേശത്തേക്ക് കൂടുതൽ മരുന്ന് എത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു. മരുന്നാണോ അത് ഐസാണ് എന്നോ മനസ്സിലാവുന്നില്ല. എന്തായാലും അല്പസമയത്തിനകം അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കും. ഏതായാലും ആശങ്കിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും പുലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. സാറേ, നമ്മളിപ്പോൾ എന്തിനാ ഏകദേശം എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നറിയോ? ഒരു 15 മിനിറ്റ് നേരം അറിയില്ല. എന്തായാലും ഇവർക്ക് സംസാരിക്കാൻ ഏതായാലും അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ പറയാൻ പരിമിതികളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രതികരിക്കുന്നതിന് പ്രയാസങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആ വിഷയത്തിൽ വിദഗ്ധരല്ല അവർ. ഏതായാലും ആ കാര്യങ്ങളിൽ അവർ വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് മാത്രമേ അതിൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ കഴിയുകയുള്ളൂ. ഏതായാലും അവർ അവിടെ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ്. ഡോക്ടർ അജേഷ് മോഹൻദാസ് എന്തോ ഒരു വടിയെടുത്ത് പുലിയുടെ നിരീക്ഷിക്കുന്ന വല അങ്ങോട്ട് മാറ്റാനുള്ള ശ്രമം നടത്തുകയാണോ എന്തോ മറ്റു ശ്രമങ്ങൾ നടത്തുന്നതായി നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഏതായാലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും പുലിയുടെ നിലവിലെ സാഹചര്യം എന്താണ് എന്നത് വ്യക്തമായിട്ടില്ല. ഏതായാലും അവിടെ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമങ്ങളൊന്നും പുലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അവർ പുറത്തു നിൽക്കുന്ന ഡോക്ടറുടെയും RRT സംഘത്തിൻ്റെയും ഒരു ശരീരഭാഷ പരിശോധിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ ആശങ്കാജനകമായ കാര്യങ്ങൾ പുലി ഉണ്ടാക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെയാണ് നിലവിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഏതായാലും മയക്കുവെടി വെച്ചതിന് ശേഷം അതായത് ഈ പുലിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള അതായത് ഈ വനാതിർത്തിയിൽ തന്നെ ആയിരിക്കുമോ തുറന്നുവിടുക, മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്നോ? സാധാരണഗതിയിൽ അത്തരത്തിൽ പുലിയെ കാട്ടിലേക്ക് തന്നെ തുറന്നുവിടുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതിഷേധമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ അത്തരത്തിൽ ഏതെങ്കിലും പ്രതിഷേധങ്ങളുണ്ടോ? ഇല്ല, ഇപ്പോൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും ഇപ്പോൾ കാട്ടിലേക്ക് തുറന്നുവിടുക എന്നത് ഇപ്പോൾ പരിഗണനയിലുള്ള കാര്യമല്ല. വളരെ വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് കൃത്യമായൊരു സ്ഥലത്തേക്ക് അതിനെ മാറ്റുക എന്നത് തന്നെയാണ്. വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പേസിലേക്ക് അതിനെ മാറ്റുക. അതിനുശേഷം മാത്രമായിരിക്കും പിന്നീട് അതിൻ്റെ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ പിന്നീട് മറ്റ് നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. കാട്ടിലേക്ക് തുറന്നുവിടുകയാണെങ്കിൽ പോലും അത്
വളരെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമല്ല, അങ്ങനെ ചെയ്യുകയുമില്ല. മാത്രവുമല്ല ഇപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും പ്രതിഷേധങ്ങളോ പ്രതികരണങ്ങളോ ഒന്നുമില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ പ്രദേശം രൂക്ഷമായ വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു പ്രദേശമല്ല. ഈ പ്രദേശത്ത് തന്നെയും പുലിയെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെങ്കിൽ പോലും അത് കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടാക്കുകയോ മറ്റേതെങ്കിലും വളർത്തുമൃഗങ്ങളെയോ ആളുകളെയോ ആക്രമിക്കുകയോ ഒന്നും ചെയ്ത സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് അങ്ങനെ ഒരു ക്യാമറ സ്ഥാപിക്കുകയോ കൂടുകൾ ഒരുക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരു സ്ഥലവുമല്ല ഇത്. അതുകൊണ്ട് അത്തരത്തിൽ ആളുകളുടെ ഭാഗത്തു നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ നിലവിൽ കാണുന്നില്ല. രാവിലെ 9 മുതൽ ഇവിടെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകൾ വനം വകുപ്പ് അതല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് സ്ഥലങ്ങൾ മാറി മാറി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും ഇല്ല. ഇനി വനം വകുപ്പ് എന്ത് നടപടി സ്വീകരിക്കുകയാണെങ്കിലും അതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഏതെങ്കിലും പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഇല്ല. എന്തായാലും ഇപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പുലിയെ എത്രയും പെട്ടെന്ന് അതിനെ സുരക്ഷിതമായി അതിൻ്റെ ഒരു ഇവിടെ നിലവിൽ കുപ്പാടിയിലെ വന്യമൃഗ പരിപാലന കേന്ദ്രമുണ്ട്. സാധാരണഗതിയിൽ അങ്ങോട്ടാണ് അതിനെ ആദ്യം മാറ്റുക. അതിനുശേഷം അവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും സുരക്ഷിതമായൊരു കൂട്ടിലേക്ക് മാറ്റിയിട്ട് അതിനുശേഷമായിരിക്കും പിന്നീട് അതിൻ്റെ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കുക. എന്തായാലും ഇപ്പോൾ ഒരു കമ്പിവേലിയിൽ കുരുങ്ങിയിട്ടുള്ള പുലി എന്നത് അതിന് ഊരിപ്പോരാൻ കഴിയാത്ത വിധത്തിൽ കുരുക്കിലായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അതുകൊണ്ട് മാത്രം തന്നെ വലിയ പരിക്കുണ്ടാവേണ്ടതാണ്. മണിക്കൂറുകളായി ആ ഒരു കുരുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആ കമ്പിവേലിയിലാണ് കുരുങ്ങിക്കിടക്കുന്നത്. ഒരു പുലിക്ക് ഊരിപ്പോരാൻ കഴിയാത്ത വിധം ആ ഒരു കമ്പിവേലിയിൽ കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഇത്രയും മണിക്കൂറുകൾ രാവിലെ 9 മണിക്ക് ആളുകൾ കാണുന്നു, ഒരുപക്ഷെ രാത്രിയിലായിരിക്കാം കുരുങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മണിക്കൂറുകളായി അത് ഭക്ഷണവും കഴിച്ചിട്ടില്ല. അങ്ങനെ അവശ നിലയിലായിരിക്കും. ഒരുപക്ഷെ അത് ഇപ്പോൾ അവശനായിട്ടുണ്ടാവുക. ഒരുപക്ഷെ നേരത്തെ അത് ഊരിപ്പോരാൻ വേണ്ടി നല്ല പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളായി കുരുങ്ങിക്കിടക്കുന്നത് കൊണ്ടുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കമ്പിവേലിയിൽ കുരുങ്ങിയത് കൊണ്ടുണ്ടാകാവുന്ന മുറിവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിന് എന്തായാലും ചികിത്സ ആവശ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെ പിടികൂടിയ ഉടനെ തന്നെ കാട്ടിലേക്ക് തുറന്നു വിടുകയില്ല. കാട്ടിലേക്ക് തുറന്നു വിടുമ്പോൾ തന്നെ വനാതിർത്തിയിലല്ല ഉൾവനത്തിൽ കൊണ്ടുപോയി തുറന്നു വിടുകയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ അതിനു മുമ്പ് ഇതിൻ്റെ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കുകയും അതിനാവശ്യമായ ചികിത്സ നൽകുകയും ചെയ്യേണ്ടതുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ പൂർണ്ണാരോഗ്യം വീണ്ടെടുക്കാനാകാത്ത വിധം അവശനാണെങ്കിൽ മാത്രം ഇവിടെ സംരക്ഷിക്കുക എന്നായിരിക്കും. കാട്ടിലേക്ക് തുറന്നു വിടുക എന്നത് പിന്നെ സ്വന്തം നിലക്ക് കാട്ടിൽ ഇര തേടാൻ കഴിയാത്ത വിധം ആരോഗ്യ പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ വീണ്ടും അത് നാട്ടിലിറങ്ങുകയും കെട്ടിയിട്ട മൃഗങ്ങളെ വേട്ടയാടുകയോ ഒക്കെ ചെയ്യുന്നത് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു പുലിയെ അല്ലെങ്കിൽ കടുവയോ ഒരിക്കലും കാട്ടിലേക്ക് തുറന്നു വിടാറില്ല. അതുകൊണ്ട് അതിന് ഇവിടെയുള്ള വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ തൃശ്ശൂരോ ഉള്ള വനംവകുപ്പിന്റെ കേന്ദ്രങ്ങളിലോ പാർപ്പിക്കുക എന്നതായിരിക്കും പിന്നീട് ചെയ്യാനുണ്ടാവുക. എന്തായാലും ഇപ്പോൾ അതെല്ലാം തീരുമാനിക്കേണ്ടത് അതിൻ്റെ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ചെയ്യാനാവുകയുള്ളൂ. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മയക്കുവെടി വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തുടർ നീക്കത്തിനായി നിരീക്ഷിക്കുകയാണ്. അത് എല്ലാവിധ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ പൂർണ്ണമായും മയങ്ങി എന്ന് ഉറപ്പായാൽ അല്ലെങ്കിൽ ആ മയങ്ങുന്നതിന് ഒരു സമയമുണ്ട്. അത് ആയിക്കഴിഞ്ഞാൽ പിന്നീട് അതിനെ വലയിലേക്ക് കൂട്ടിലേക്ക് മാറ്റുക എന്നതാണ് പിന്നീട് ചെയ്യാനുള്ളത്. അതിനുശേഷം അതിനെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് സുൽത്താൻ ബത്തേരിയിലെ കുപ്പാടിയിലുള്ള വന്യമൃഗ പരിപാലന കേന്ദ്രമുണ്ട്, അവിടേക്ക് മാറ്റുക എന്നതാണ്. ഇപ്പോൾ അതിനെ ഒരു വലിയ നീളമുള്ള തോട്ടി പോലത്തെ ഒരു വടി ഉപയോഗിച്ചുകൊണ്ട് അവർ അതിനെ ഇളക്കാൻ ശ്രമിക്കുകയാണോ അത് മയങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം അത് മയങ്ങിക്കഴിഞ്ഞോ പൂർണ്ണമായും മയങ്ങിക്കഴിഞ്ഞോ എന്നുള്ളതിനേക്ക് ആശ്രയിച്ചായിരിക്കും തുടർ നടപടികൾ തീരുമാനിക്കുക. എന്തായാലും അവിടെ നിന്ന് ആ പുലിയെ ഇപ്പോൾ അവർ മാറ്റാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. മറ്റ് നടപടികളൊക്കെ അതിനുശേഷം തീരുമാനിക്കുമെന്നാണ് അനീസ് അലി റിപ്പോർട്ട് ചെയ്യുന്നത്.